കേന്ദ്രമന്ത്രിസഭയിൽ രണ്ടുപേരോടാണ് ഏറെ പ്രിയം തോന്നിയിട്ടുള്ളത്. ഒന്ന് നിതിൻ ഗഡ്കരി, രണ്ടാമത് നിർമ്മല സീതാരാമൻ. ഒരു മന്ത്രി എന്ന നിലയിൽ ഏൽപ്പിക്കപ്പെട്ട ജോലികൾ വളരെ വെടിപ്പായും കൃത്യമായും കുറ്റമറ്റ രീതിയിലും ചെയ്യുന്നത് കൊണ്ടാണ് ഗഡ്കരി ഏറെ ശ്രദ്ധേയനാവുന്നത്. മോഡി സർക്കാർ ഏറെ മേനി പറയുന്ന എല്ലാ അടിസ്ഥാന സൗകര്യ പദ്ധതികളും ഗഡ്കരിയുടേതാണ്. അതുപോലെ നിർമ്മല സീതാരാമൻ, പാർലമെന്റിലെ പ്രകടനമാണ് അവരെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തയാക്കുന്നത്. വളരെ ലളിതമായ വസ്ത്രധാരണ രീതി, അനിതര സാധാരണമായ ഭാഷാ സ്വാധീനം, തനിക്ക് പറയാനുള്ളത്, ഗവൺമെന്റിന് പറയാനുള്ളത്, പാർട്ടിക്ക് പറയാനുള്ളത് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ അവതരിപ്പിക്കാനുള്ള കഴിവ്, ഇതൊക്കെയാണ് നിർമ്മല സീതാരാമന്റെ പ്രത്യേകതകൾ. കഴിഞ്ഞ ദിവസം അവർ നടത്തിയ ഒരു പ്രസ്താവന, അവർ എന്തുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല, അതിന്റെ കാരണങ്ങൾ, ആ പ്രസ്താവന വളരെ ശ്രദ്ധേയമായിട്ട് തോന്നി. ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള സാമ്പത്തിക ശേഷി തനിക്കില്ലാത്തത് കൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരിക്കുന്നതെന്ന് അവർ പറഞ്ഞു. ഇന്ന് മറ്റ് ധാരാളം വിഷയങ്ങളുടെ ഒരു ദിവസമാണ്. എക്സാലോജിക്കുണ്ട്. എക്സാലോജിക്കിനെ കുറിച്ചുള്ള ED അന്വേഷണം തുടങ്ങുകയാണ്. പ്രഥമാന്വേഷണ റിപ്പോർട്ട് അവര് സമർപ്പിച്ചു കഴിഞ്ഞു. ഈ കേസിൽ എന്തെങ്കിലും ഒരു അറസ്റ്റൊക്കെ ഉണ്ടാകുമോ എന്ന രീതിയിലേക്കുള്ള ചർച്ചകളൊക്കെ പുരോഗമിക്കുന്നുണ്ട്. അറസ്റ്റ് ഉണ്ടാകുന്നത് പാർട്ടിയോ അല്ലെങ്കിൽ എക്സാലോജിക്കിന്റെ ഉടമയുടെ അച്ഛനോ ഒന്നും ഒട്ടും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇടതുമുന്നണിയിലെയും CPM-ലെയും ഒരു നല്ല ശതമാനം ആളുകൾ ഈ കേസിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു അറസ്റ്റ് ഉണ്ടായാൽ തെറ്റില്ല എന്ന് ആഗ്രഹിക്കുന്നവരാണ്. പലരോടും ഞാൻ സംസാരിക്കുകയുണ്ടായി. കാരണം അങ്ങനെ ഒരു അറസ്റ്റ് ഉണ്ടായാൽ, അതായത് ഈ എക്സാലോജിക്കിന്റെ ഉടമയായ വീണയുടെ അറസ്റ്റാണ് ഇവിടെ പരാമർശിക്കപ്പെടുന്നത്. അത് സംഭവിച്ചാൽ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ഡൽഹിയിൽ അല്ലെങ്കിൽ അഖിലേന്ത്യാ തലത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം, അത്തരത്തിലൊന്ന് കേരളത്തിൽ ആവർത്തിക്കാനാവും എന്ന് കരുതുന്നവരുണ്ട്. അതായത് ഒരു സഹതാപ തരംഗം, ഒപ്പം തന്നെ ഇതൊക്കെ രാഷ്ട്രീയ പ്രേരിതമാണ്, രാഷ്ട്രീയ പകപോക്കലാണ് എന്ന് പ്രചരിപ്പിക്കാനുള്ള, അല്ലെങ്കിൽ BJPക്ക് ഇതിനായിട്ടൊരു വലിയ പ്രതിഷേധ കോട്ട ഉയർത്താനുള്ള ഒരു സൗകര്യവും സാഹചര്യവും ഒക്കെ അവർ കാണുന്നുണ്ട്. പ്രതിപക്ഷമാണെങ്കിൽ അത്തരം ഒരു സാഹചര്യം ഉണ്ടായാൽ അതൊരു വലിയ തെരഞ്ഞെടുപ്പ് വിഷയമാക്കാൻ പോകുന്നുമില്ല. കാരണം അഖിലേന്ത്യാ തലത്തിൽ അവര് കെജ്രിവാളിന്റെ അറസ്റ്റിനെ എതിർക്കുന്നവരാണ്, അതിൽ പ്രതിഷേധിക്കുന്നവരാണ്. അപ്പം ഈ ഒരു ചർച്ചകളൊക്കെ നടക്കുമ്പോഴാണ് നമ്മൾ ഇന്ന് നിർമ്മല സീതാരാമന്റെ പ്രസ്താവന ഒരു സംഭാഷണ വിഷയമാക്കുന്നത്. ആന്ധ്രയിലോ തമിഴ്നാടിലോ മത്സരിക്കാൻ നമ്മുടെ ധനമന്ത്രിയായ നിർമ്മല സീതാരാമനോട് പാർട്ടി നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നതാണ്. തിരുവനന്തപുരത്ത് ശശി തരൂരിനെതിരെ അവരെ സ്ഥാനാർത്ഥിയാക്കുമോ എന്ന ചിന്തകളും ചർച്ചകളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവർ മത്സരിക്കാൻ തയ്യാറായില്ല. 10-15 ദിവസത്തെ ആലോചനയ്ക്ക് ശേഷം ഞാൻ മത്സരിക്കാനില്ല എന്നാണ് പറഞ്ഞത്. അതിനുള്ള കാരണമാണ് നേരത്തെ പറഞ്ഞത്, മത്സരിക്കാനുള്ള അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ ചെലവിനുള്ള പണം കയ്യിലില്ല എന്നുള്ളത്. നമ്മുടെ ജനാധിപത്യ ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രക്രിയ എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പാണ്. പക്ഷെ ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക, പ്രചാരണം നടത്തുക, അതിൻ്റെ ചെലവ് ഏറ്റവും ഭയാനകമായ ഒന്നാണ്. കേരളം പോലുള്ള സംസ്ഥാനങ്ങളിലാണ് ചെലവ് വളരെ കുറഞ്ഞു നിൽക്കുന്നത് എന്നാണ് മത്സര രംഗത്തുണ്ടായിരുന്നവർ സാക്ഷ്യപ്പെടുത്തുന്നത്. ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഒരുപക്ഷെ ഒരു 15 കോടി രൂപയൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ 10 കോടിക്കും നടന്നേക്കാം. 10-15 കോടി ഇടയ്ക്കുള്ള ഒരു തുക, അത്രയുമൊക്കെയാണ് ചെലവാകുക എങ്കിൽ മറ്റു ചില സംസ്ഥാനങ്ങളിൽ, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ, ദക്ഷിണേന്ത്യയിൽ തന്നെയുള്ള മറ്റു ചില സംസ്ഥാനങ്ങളൊക്കെ അത് 100-150 കോടി രൂപ വരെ വരാറുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിനൊന്നും ഒരു കൃത്യമായ കണക്കില്ല. പക്ഷേ നമ്മൾ കാണുന്നതിൽ നിന്ന്, അറിയുന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു വലിയ തുക ചെലവായിട്ട് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. നമ്മളിത് പറയുമ്പോൾ തെരഞ്ഞെടുപ്പുകളിൽ ഓരോ സ്ഥാനാർത്ഥിക്കും ചെലവാക്കാവുന്ന സംഖ്യയ്ക്ക് ഇലക്ഷൻ കമ്മീഷൻ ഒരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് 54 ലക്ഷം രൂപയിൽ നിന്ന് 75 ലക്ഷമായും 70 ലക്ഷത്തിൽ നിന്ന് 95 ലക്ഷം രൂപയായും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നിയമസഭയിൽ അത് 20 ലക്ഷത്തിൽ നിന്ന്
28 ലക്ഷമായും 28 ലക്ഷത്തിൽ നിന്ന് 40 ലക്ഷമായും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഈ പ്രചാരണങ്ങളൊക്കെ നമ്മൾ കാണുന്നതാണ്. ഒരിക്കലും ഇലക്ഷൻ കമ്മീഷൻ നിശ്ചയിച്ച ഈ തുകയ്ക്കുള്ളിൽ ചെലവ് നിയന്ത്രിച്ചു നിർത്താൻ ഒരു സ്ഥാനാർത്ഥിക്കും, ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് പോലും കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നത് എന്നുള്ളത് നിർമ്മല സീതാരാമന്റെ പ്രസ്താവനയുടെയും കൂടെ വെളിച്ചത്തിൽ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമാണ്. കേരളത്തിലാണ് ഏറ്റവും കുറഞ്ഞ ചെലവ് എന്ന് പറയുന്നു. അത് നേരത്തെ മത്സരിച്ചിട്ടുള്ള സ്ഥാനാർത്ഥികളായിട്ടൊക്കെ നിന്നിട്ടുള്ള ജയിച്ചിട്ടുള്ള ആളുകൾ തന്നെ പറയുന്നതാണ്. നമുക്കിവിടെ ധാരാളം തെരഞ്ഞെടുപ്പ് പ്രചാരണ ആയുധങ്ങൾ ഉണ്ട്. നമ്മൾ പോസ്റ്ററുകൾ ഇറക്കുന്നു, വളരെ വൈവിധ്യമാർന്ന പോസ്റ്ററുകൾ, അതുപോലെ ചുവരെഴുത്തുകൾ, കുടുംബയോഗങ്ങൾ, തെരുവ് യോഗങ്ങൾ, തെരുവ് നാടകങ്ങൾ, ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ പോലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കുന്നുണ്ട്. എങ്കിൽ പോലും നമ്മുടെ ചെലവുകൾ ഒരു നിശ്ചിത സംഖ്യക്കുള്ളിൽ നിൽക്കാറുണ്ട്. പക്ഷേ മറ്റു സംസ്ഥാനങ്ങളിൽ ചെലവുകൾ അങ്ങനെയല്ല. അവര് ചിലപ്പോൾ പണം കൊടുത്ത് വോട്ട് വാങ്ങിക്കുന്ന രീതിയുണ്ട്. ഓരോ പ്രദേശത്തെയും പ്രമാണിമാർക്ക് പണം കൊടുത്ത് സ്വാധീനിക്കുന്ന ചില രീതികൾ ചില ഇടങ്ങളിലുണ്ട്. കാരണം അത്തരത്തിലുള്ള ആളുകൾ പറഞ്ഞാൽ ആ പ്രദേശത്തെ ജനങ്ങളുടെ വോട്ട് ലഭിക്കും. സാമുദായിക പ്രമാണിമാരെ സ്വാധീനിക്കുന്നവരുണ്ട്, പിന്നെ കൈക്കൂലി കൊടുക്കുന്നവരുണ്ട്, പിന്നെ ഒരു വലിയ ഗുണ്ടാ സംഘത്തെ പോറ്റി പുലർത്തേണ്ട ഒരു സാഹചര്യം പോലും മറ്റ് പലയിടങ്ങളിലുമുണ്ട്. അവരുടെ ചെലവ്, അവർക്കുള്ള പ്രതിഫലം, പിന്നെ നമ്മളാരും കാണാത്ത രീതിയിലുള്ള നാനാവിധ ചെലവുകൾ ഉണ്ടാകുമ്പോഴാണ് 100-150 കോടി രൂപയിലേക്ക് അവരുടെ പ്രചാരണ ചെലവുകൾ ഉയരുന്നത്. BJPക്കും കോൺഗ്രസിനും ഒക്കെ തെരഞ്ഞെടുപ്പ് ഫണ്ട് നൽകുന്നതിന് ചില രീതികളുണ്ട്. കോൺഗ്രസും BJPയും അവരവരുടെ സ്ഥാനാർത്ഥികൾക്ക് കേന്ദ്ര ഖജനാവിൽ നിന്ന് ഒരു നിശ്ചിത തുക എത്തിച്ചു കൊടുക്കാറുണ്ട്. സ്ഥാനാർത്ഥികൾക്കെല്ലാം ഒരേപോലെ ആയിരിക്കില്ല. സ്ഥാനാർത്ഥികളുടെ അവരുടെ വ്യക്തിപരമായ സാമ്പത്തിക ശേഷിയും അല്ലെങ്കിൽ പണം സമാഹരിക്കാനുള്ള കഴിവും ഒക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ഈ തുക നിശ്ചയിക്കുക. അങ്ങനെ AICC ഓഫീസിൽ നിന്ന് സംസ്ഥാന നേതൃത്വം വഴി ഒരു തുക എത്തും. അതുപോലെ തന്നെയാണ് BJPയുടെ കേന്ദ്ര ഓഫീസിൽ നിന്ന് കൃത്യമായിട്ട് ഒരു തുക എത്തുന്നു. അത് സ്ഥാനാർത്ഥികൾക്ക് വിധിച്ചു കൊടുക്കുന്നു. അതാണ് അവരുടെ പ്രധാന വരുമാനം. അതിനുശേഷം ബാക്കിയുള്ള തുക പിരിവാണ്. ആ പിരിവ് നടക്കുന്നിടത്താണ് അഴിമതിയുടെയും അല്ലെങ്കിൽ പണാധിപത്യത്തിന്റെയും ഒക്കെ വലിയ പ്രശ്നങ്ങൾ വരുന്നത്. ഇടതുമുന്നണി അങ്ങനല്ല. പ്രത്യേകിച്ച് CPM അവരുടെ ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവരുടെ എല്ലാ ചെലവുകളും പാർട്ടിയുടേതാണ്, പാർട്ടിയാണ് വഹിക്കുക. അത് മാത്രമല്ല, പ്രചാരണത്തിന് നേതൃത്വം കൊടുക്കുന്നതും പാർട്ടി നിർദ്ദേശിക്കുന്ന ആളുകളും തന്നെയാണ്. രാവിലെ സ്ഥാനാർത്ഥി കുളിച്ച് വസ്ത്രമൊക്കെ മാറി അവിടെ കാത്തു നിന്നാൽ മതി. പ്രാതൽ മുതൽ വീട്ടിലെത്തുന്നവരെയുള്ള ചെലവുകൾ പാർട്ടിയുടേതാണ്. എവിടെ പോകണം, ആരെയൊക്കെ കാണണം, ഏതൊക്കെ യോഗങ്ങളിൽ പ്രസംഗിക്കണം, എങ്ങനെയൊക്കെ ആയിരിക്കണം ഇന്നത്തെ പ്രചാരണ രീതികളെല്ലാം പാർട്ടി പറയും. അതനുസരിച്ച് പ്രവർത്തിച്ചാലും മതി. അതാണ് ഇടതുപക്ഷ കക്ഷികളുടെ, പ്രത്യേകിച്ച് CPM പോലുള്ള പാർട്ടികളുടെ പ്രചാരണ രീതി. അതേസമയം ചിലപ്പോൾ പണം കൊണ്ട് അധികാര സ്ഥാനങ്ങളിൽ എത്താൻ ആഗ്രഹമുള്ളവര് എല്ലാ പാർട്ടികളിലേക്കും സ്ഥാനാർത്ഥിത്വം തേടിച്ചേക്കാറുണ്ട്. അവരുടെ പണമൊക്കെ അവർ തന്നെയാണ് ചെലവഴിക്കുന്നത്. കാരണം അവർ വലിയ സമ്പത്തുള്ളവരായിരിക്കും. അപ്പൊ അവരുടെ ചെലവുകൾ പാർട്ടി വഹിക്കണമെന്നില്ല. അത്തരക്കാര് പിന്നീട് പാർട്ടിക്കുള്ളിൽ വലിയ സ്വാധീനം ഉണ്ടാക്കിയവരുണ്ട്, അധികാര സ്ഥാനങ്ങളിൽ വന്നവരുണ്ട്, മന്ത്രിമാരായവരുണ്ട്, അല്ലെങ്കിൽ പാർട്ടിയുടെ നേതൃത്വത്തിലെ അവിഭാജ്യ ഘടകങ്ങളായി മാറിയവരുണ്ട്. ഇതെല്ലാം പണത്തിന്റെ ഒരു പിൻബലത്തിലാണ്. പണത്തിന് മീതെ ഒന്നും പറക്കില്ല, ഒരു പറവയും ഒരു കിളിയും പറക്കില്ല എന്ന് നമുക്കറിയാം. അപ്പൊ ഈ പണം ഉണ്ടെങ്കിൽ എന്തും സാധിക്കും എന്നുള്ളതിന്റെ ഒരു തെളിവായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്. ഇത്തരക്കാർ കേരളത്തിലുണ്ട്, ധാരാളം പേരുണ്ട്. വടക്കേ ഇന്ത്യയിലോട്ട് നമുക്കറിയാം, ഈ സ്ഥാനാർത്ഥി ലിസ്റ്റ് വരുമ്പോൾ പാർട്ടി പ്രവർത്തകരൊക്കെ പിന്തള്ളപ്പെടുകയും മറ്റ് മേഖലകളിൽ പണത്തിന്റെയും ഗ്ലാമറിന്റെയും ഒക്കെ ആ ഓളപ്പുറത്ത് നിന്ന് വരുന്നവര് സ്ഥാനാർത്ഥികളാവുകയും ചെയ്യുന്നതൊക്കെ വളരെ സ്വാഭാവികമാണ്. ഇവിടെയുണ്ട്, കേരളത്തിലുണ്ട്. നമ്മൾ കഴിഞ്ഞ കാല തെരഞ്ഞെടുപ്പുകളിൽ രാജ്യസഭയിലേക്കും ലോക്സഭയിലേക്കും അതുപോലെ തന്നെ നിയമസഭയിലേക്കും ഒക്കെ ജയിച്ചവരെ നോക്കിയാൽ മതി. ധാരാളം പേയ്മെന്റ് സീറ്റുകൾ നമ്മുടെ കേരളത്തിലെ പാർട്ടികളിലും ഉണ്ടാവാറുണ്ട്. അതൊരു വസ്തുതയാണ്. പക്ഷേ കോൺഗ്രസ് ഇക്കുറി വലിയ അക്കിടി പറ്റി നിൽക്കുകയാണ്. ആദായ നികുതി പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് അവരവരുടെ റിട്ടേൺ സമർപ്പിച്ചില്ല, അല്ലെങ്കിൽ 20,000 രൂപയിൽ കൂടുതലുള്ള തുക വാങ്ങിയതിന് രേഖകളില്ല. ഇങ്ങനെയൊക്കെയുള്ള പല കാരണങ്ങൾ പറഞ്ഞ് ഇൻകം ടാക്സുകാർ അവരുടെ 11 അക്കൗണ്ടുകളും മരവിപ്പിക്കുകയും ഫണ്ടിലുണ്ടായിരുന്ന അല്ലെങ്കിൽ അക്കൗണ്ടിലുണ്ടായിരുന്ന പണം മുഴുവൻ
കൊണ്ടുപോവുകയും ചെയ്തു. ഇപ്പോൾ നയാ പൈസയില്ല, കയ്യിൽ നയാ പൈസ ഇല്ല എന്നൊരു പഴയ ഒരു സിനിമാ പാട്ടിന്റെ അതേ അവസ്ഥയിലാണ് എത്തിയിരിക്കുന്നത്. നീലി സാലി എന്ന് പറയുന്ന ഒരു സിനിമയിൽ ബി ഭാസ്കർ എഴുതി രാഘവൻ മാഷ് സംഗീത സംവിധാനം നിർവഹിച്ച് മെഹബൂബ് പാടിയ പാട്ടാ നയാ പൈസയില്ല, കയ്യിൽ നയാ പൈസയില്ല. അക്ഷരാർത്ഥത്തിൽ അവരുടെ നേതാക്കളുടെ വാക്കുകൾ കടമെടുത്താൽ ഒരു വിമാന ടിക്കറ്റ് അല്ലെങ്കിൽ ഒരു തീവണ്ടി ടിക്കറ്റ് നേതാക്കൾക്ക് എടുത്തു കൊടുക്കാൻ പോലും ഒരു അവസ്ഥയില്ലാത്ത ഒരു സാഹചര്യമാണ്. പല നേതാക്കളെയും ഡൽഹിയിലേക്ക് വിളിക്കുകയാണെങ്കിൽ പോകാൻ മടിക്കുകയാണെന്നാണ് കേട്ടത്. കാരണം അവിടെ ചെന്നിട്ട് തിരിച്ചു വരാൻ ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ എന്തു ചെയ്യും എന്ന് പേടിച്ച് പലരും ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഡൽഹി യാത്രകൾ ഒഴിവാക്കുന്നു എന്നാണ് ഏറ്റവും അവസാനം കേൾക്കുന്നത്. BJP കാര്യം പറയുകയാണെങ്കിൽ അവരിന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു സമ്പന്ന പാർട്ടിയായിട്ട് കണക്കാക്കാൻ പറ്റും. അവിടെ പണത്തിന് യാതൊരു പഞ്ഞവുമില്ല. ഈ ഇലക്ട്രൽ ബോണ്ടുകളുടെ കഥ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്യുന്നതാണ്. നിയമവിധേയനയുള്ള ഒരു വലിയ കൊള്ളപ്പിരിവാണ് ബോണ്ടുകളിലൂടെ അവർ നടത്തിക്കൊടുക്കുന്നത്. 8700 കോടിയോളം രൂപ അതിലൂടെ തന്നെ ലഭിച്ചു. ED ഉപയോഗിച്ച് സമ്മർദ്ദം ചെലുത്തിയൊക്കെയാണ് ഈ വലിയ തോതിലുള്ള ബോണ്ടുകൾ അവർക്ക് സമാഹരിക്കാൻ കഴിഞ്ഞത്. വലിയ തോതിൽ അവർ പണം ഉണ്ടാക്കി. അത് നമ്മുടെ ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ അഴിമതികളിൽ ഒന്നായിട്ട് ചിത്രീകരിക്കപ്പെടുന്ന ഒരു അവസ്ഥയും വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഇലക്ട്രൽ ബോണ്ടിന്റെ പിരിവിൽ നമ്മുടെ അദാനിയെയോ അംബാനിയെയോ ഒന്നും കാണുന്നില്ല. അംബാനിയുമായിട്ട് വളരെ വിദൂര ബന്ധമുണ്ടെന്ന് തോന്നിക്കുന്ന ഒരു കമ്പനിയുടെ പേരുണ്ടെങ്കിൽ പോലും അവരാരും നേരിട്ട് ബോണ്ട് വഴി പണം കൊടുത്തതായിട്ട് കാണുന്നില്ല. പക്ഷെ അവരൊക്കെ കൊടുത്തു കാണും. തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക്, പാർട്ടി ഫണ്ടിലേക്ക് അവരൊക്കെ ആയിരിക്കും ഏറ്റവും വലിയ സംഭാവന നൽകിയത്. അവരുടെ പേര് ഈ ബോണ്ടിന്റെ കണക്കിലില്ല. അപ്പൊ അത് വെച്ച് നോക്കുന്ന ഉടനെ അവരുടെ സാമ്പത്തിക സ്ഥിതി എത്രയാണെന്ന് നമുക്ക് ഊഹിക്കാനേ പറ്റത്തില്ല. അത്തരത്തിലുള്ള ഒരു പാർട്ടിയുടെ ഗവൺമെന്റിൽ ധനവകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് മത്സരിക്കാൻ പണമില്ല, അതുകൊണ്ട് മത്സരിക്കുന്നില്ല എന്ന് പറയുന്നത്. ഈ ഇലക്ട്രൽ ബോണ്ടുകളെ പറ്റി പറയുമ്പോൾ പറകാല പ്രഭാകർ എന്ന് പറയുന്ന ഒരു സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധൻ അത് സംബന്ധിച്ച് പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ ഓർമ്മയിൽ വരികയാണ്. അദ്ദേഹം നമ്മുടെ ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ഭർത്താവും കൂടെയാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇത് ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ അഴിമതിയല്ല, ഇത് ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഒരു അഴിമതിയാണ്, ഒരു കൊള്ളയാണ്. ഇത് പുറത്തു വന്നതോടെ ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് രണ്ട് മുന്നണികൾ തമ്മിലുള്ള അല്ലെങ്കിൽ BJPയും ഇന്ത്യ മുന്നണിയും തമ്മിലുള്ള ഒരു മത്സരം എന്നതിനപ്പുറത്തേക്ക് BJPയും ഇന്ത്യയിലെ ജനങ്ങളും തമ്മിലുള്ള ഒരു മത്സരമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. ചെലവ് ഇതൊക്കെയാണെങ്കിലും 2019 തിരഞ്ഞെടുപ്പിൽ 8039 സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തുണ്ടായിരുന്നു. നമ്മുടെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ പോലെയുള്ള ആളുകൾക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പണമില്ല എന്ന് പറയുമ്പോൾ ഇവർക്കൊക്കെ എവിടുന്നാണ് പണം ഉണ്ടാവുന്നത് എന്ന് നമ്മൾ അത്ഭുതത്തോടെ ചിന്തിക്കേണ്ടിയിരിക്കും. ഒരു ജനാധിപത്യ രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രക്രിയയാണ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിനെ വലിയ ധനശക്തികളാണ് നിയന്ത്രിക്കുന്നത്. അവർ കൊടുക്കുന്ന പണമാണ് തെരഞ്ഞെടുപ്പുകളിൽ വിനിയോഗിക്കപ്പെടുന്നത്. അതിസമ്പന്നർ ഇറക്കുന്ന ഈ പണം തെരഞ്ഞെടുപ്പിനെയും തെരഞ്ഞെടുപ്പ് ഫലങ്ങളെയും സ്വാധീനിക്കുന്നു. അതുവഴി ഭൂരിപക്ഷം കിട്ടി അധികാരത്തിൽ വരുന്ന ഗവൺമെന്റുകളെ ഇവർ സ്വാധീനിക്കുന്നു. അതാണ് ഇന്ന് നമ്മൾ വളരെ അഭിമാനത്തോടുകൂടി പറയുന്ന നമ്മുടെ ജനാധിപത്യത്തിന്റെ അവസ്ഥ. എന്തുകൊണ്ടാണ് നിർമ്മല സീതാരാമൻ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിയത് എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. അവർക്ക് വേണമെങ്കിൽ രാജ്യസഭയിലെ സീറ്റ് നിലനിർത്താവുന്നതേ ഉള്ളൂ, അതുകൊണ്ടായിരിക്കാം അവർ ലോക്സഭയിൽ മത്സരിക്കായിരുന്നു. എങ്കിൽ പോലും അവർ ഇത് ജനങ്ങളോട് തുറന്നു പറയുമ്പോൾ അതിൽ ചില വസ്തുതകളും സത്യങ്ങളും ഉണ്ട് എന്നുള്ളത് നമുക്ക് നിഷേധിക്കാനാവില്ല. ഒരുപക്ഷെ ഒരു മനസാക്ഷി കുത്താവാം. കാരണം ഇലക്ട്രൽ ബോണ്ട് പോലെയുള്ള അഴിമതിയുടെ കറപുരണ്ട പണം ഉപയോഗിച്ച് ലോക്സഭയിൽ എത്തേണ്ട എന്ന് കരുതിയിട്ടാവാം. എന്തായാലും ഇത്തരം നന്മകൾ ഇപ്പോഴും ഉണ്ടല്ലോ എന്ന് നമുക്ക് ആശ്വസിക്കാം.